മൈഗ്രെയിൻ ഉള്ളവരെ സംബന്ധിച്ച് ഷുഗറിന് പോസിറ്റീവ് ഫാക്ടേഴ്സും ഉണ്ട്, നെഗറ്റീവ് ഫാക്ടേഴ്സും ഉണ്ട്. ഓവറായിട്ട് മധുരം കഴിക്കുമ്പോൾ മാത്രമല്ല, അരി, ഗോതമ്പ് പോലെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ധാന്യങ്ങൾ അമിതമായിട്ട് കഴിക്കുമ്പോഴും ബോഡിയിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഉയരും. ഓവറായിട്ടുള്ള ഗ്ലൂക്കോസ് മെറ്റബോളൈസ് ചെയ്യുമ്പോൾ ഫ്രീ റാഡിക്കൽസ് റിലീസ് ചെയ്യുകയും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും റിക്കറന്റ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസും മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ ഉള്ളവരോട് സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റിംഗ് ഏജൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറയാറുണ്ട്. എന്നാൽ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യാനുള്ള എനർജി ലഭിക്കുന്നത് ഇതേ ഗ്ലൂക്കോസിൽ നിന്നാണ്. ബ്ലഡ് ഷുഗർ ലെവൽ നോർമലിനും താഴെയാവുമ്പോൾ ഗ്ലൂക്കോസ് എന്ന ഈ ഒരു എനർജി ഫ്യൂവൽ ബ്രെയിനിന് സഫീഷ്യന്റ് ആയി ലഭിക്കാതെ വരും. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനിൽ ബ്രെയിൻ ഇറിറ്റേറ്റ് ആവുന്നതും മൈഗ്രെയിൻ വരാൻ കാരണമാവാറുണ്ട്. സോ ശരീരത്തില് ഗ്ലൂക്കോസിന്റെ ലെവല് വളരെ കുറവുള്ളവര് ഷുഗറും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത് ഹൈപ്പോഗ്ലൈസീമിയ വരാനും മൈഗ്രെയിൻ അറ്റാക്സ് ട്രിഗർ ചെയ്യുകയും ചെയ്യാം. സോ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയി ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുക. കൂടുതൽ മൈഗ്രെയിൻ ഇൻഫർമേഷൻസിന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.